എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും വിനീതമായ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്, വ്യത്യസ്തമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നാം ഒക്കെ സോഷ്യൽ മീഡിയകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ നിത്യേന ദിവസേന നമ്മൾ സോഷ്യൽ മീഡിയകൾ തുറന്നാൽ കാണുന്ന വാർത്തകൾ വളരെ ഭീതിജനകമായ, ആശ്ചര്യജനകമായ, വിഷമകരമായ വാർത്തകളാണ്. വീട്ടിൽപ്പെട്ടവരെ സ്വന്തം കൂടപ്പറപ്പുകൾ തന്നെ ഉന്മൂലനം ചെയ്യുന്നു, കൊലപാതകങ്ങൾ ചെയ്യുന്നു, നശിപ്പിക്കുന്നു, അതിക്രമങ്ങൾ, അഴിമതികൾ, എന്തെന്ത് വാർത്തകളാണ്. ഈ വാർത്തകളെല്ലാം തന്നെ കാണുമ്പോൾ ഒരു സാധാരണ വിഭാഗത്തിന് ഉള്ളിൽ തോന്നുന്ന ആശങ്ക വളരെ വലുത് തന്നെയാണ്. ഈ സാഹചര്യം എങ്ങോട്ട് പോകുന്നു, ഈ ബാല്യത്തിന്റെ, ഈ കൗമാരത്തിന്റെ ഈ യാത്ര എവിടേക്ക് എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളെ, നമ്മുടെ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ശ്രീ മുരളീധരൻ സാർ ഒരു അപഗ്രഥനം നടത്തുകയാണ്. ശ്രീ മുരളീധരൻ പിള്ള സാറ് പുല്ലാട് സ്വദേശിയാണ്. സാറ് ഒരു സനാതന ധർമ്മ പ്രചാരകനും കൂടിയാണ്. അദ്ദേഹത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. തുടങ്ങാം. മുരളി സാറേ, നമസ്തേ. നമസ്തേ. നമസ്തേ സാറേ, ഞാനിന്ന് സാറിനെ കാണാൻ വന്നത് നമ്മുടെ ഈ സമകാലീന സാഹചര്യത്തിൽ, നിലവിലെ സാഹചര്യമൊക്കെ നമുക്കറിയാം. അപ്പം ഇപ്പം ഈ സോഷ്യൽ മീഡിയകൾ വഴിയും ഒക്കെ വിവിധ കാര്യങ്ങൾ, ഇതൊക്കെ കേട്ടാൽ തീർച്ചയായിട്ടും നമുക്കൊരു ഭയാനകമായൊരു കാര്യമാണ് നമ്മളൊക്കെ ഈ നിത്യേന ദിവസേന കേൾക്കുന്നത്. അത് നമ്മുടെ ഈ പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഇപ്പോഴത്തെ സമകാലീന സാഹചര്യത്തെക്കുറിച്ച് ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ എന്താണ് സാറേ, ഒന്ന് പറയാമോ? നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ ഈ വിഷയങ്ങളൊക്കെ കഥാരൂപത്തിലും ഉപദേശ രൂപത്തിലും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പഴയ മഹർഷീശ്വരന്മാരെന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ളവരും, ഇന്ന് പുരാണങ്ങളിലൂടെയാണ് നമ്മൾ മഹർഷീശ്വരന്മാർ തിരിച്ചറിയുന്നത്. പിന്നെ ഇതിഹാസങ്ങൾ, പിന്നെ ഉപനിഷത്തുകൾ, ഗീത. അപ്പം ഈ ഉപനിഷത്തുകൾ വേദത്തിൻ്റെ ഭാഗമാണ്. വേദത്തിൻ്റെ അവസാന ഭാഗത്തുള്ളതാണ് ഉപനിഷത്തുകൾ. ഉപനിഷത്തുക്കളുടെ ഒരു സാരസംഗ്രഹമാണ് ഭഗവത്ഗീത. അപ്പം ഇത് ധർമ്മോപദേശ രൂപത്തിലും ആ ധർമ്മോപദേശത്തിന് അടിസ്ഥാനമായിട്ടുള്ള, പ്രപഞ്ചത്തിന് അധിഷ്ഠാനമായിട്ടുള്ള പരമ്പൊരുളിൻ്റെ വെളിച്ചത്തിലും എങ്ങനെ ഒരു മനുഷ്യൻ സംതൃപ്തനായി ജീവിക്കണം എന്നുള്ളത് വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷെ അത് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ചില സംഭവങ്ങളെയൊക്കെ കോർത്തിണക്കി ഇതിഹാസങ്ങളിലൂടെ, 2 ഇതിഹാസങ്ങളാണ് നമുക്ക്, രാമായണവും മഹാഭാരതവും, പിന്നെ പുരാണങ്ങൾ. ഇതിഹാസങ്ങളെന്ന് പറഞ്ഞ അർത്ഥം തന്നെ സംഭവിച്ച കാര്യങ്ങളാണ്. ഇപ്രകാരം സംഭവിച്ചു. ആ സംഭവിച്ച കാര്യങ്ങളെ ആവിഷ്കരിക്കുകയാണ്. പുരാണങ്ങളെന്ന് പറയുമ്പോൾ അതിനകത്ത് കൂട്ടിച്ചേർക്കൽ ധാരാളം ഉണ്ടാകും. പുരാണം എന്ന് പറഞ്ഞ അർത്ഥം തന്നെ പണ്ട് തൊട്ടേ പുതിയത്, പഴയതെന്നുള്ള അർത്ഥത്തില്ല. പണ്ടും പുതിയതാണ്, ഇന്നും പുതിയത്, എന്നും സർവകാല പ്രസക്തമാണെന്നുള്ളത്. അപ്പം അതിൽ കഥാരൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് എല്ലാ കാലത്തേക്കുള്ള മനുഷ്യർക്ക് വേണ്ടി, എല്ലാ യുഗങ്ങളിലുള്ള മനുഷ്യർക്ക് വേണ്ടി. ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും ആൾക്കാർ പുരാണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഭാഗവതം. അത് സാങ്കല്പികമാണോ സാർ? ഈ ഭാഗവതത്തിലെ കഥകളൊക്കെ സാങ്കല്പികമാണ്. പിന്നെ സാങ്കല്പികം എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല. കാരണം ഈ പരീക്ഷിത് രാജാവിന് വ്യാസ മഹർഷിയുടെ മകനായ ശുഗ മഹർഷി കൊടുക്കുന്ന ഉപദേശമാണ് ഭാഗവതത്തിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. അപ്പം താത്വികമായ ഉപദേശങ്ങളാണ് കൊടുക്കുന്നത്. അതായത് പരീക്ഷത്തിന് മുനികുമാരൻ്റെ ശാപം കൊണ്ട് 7 ദിവസത്തിനുള്ളിൽ തക്ഷകന്റെ ദംശനമേറ്റ് മരിക്കുന്നൊരു ശാപം കിട്ടി. ശാപം കിട്ടിയ
അപ്പോൾ ആ ശാപം കൊണ്ട് താൻ 7 ദിവസത്തിനുള്ളിൽ മരിക്കുമെന്നുള്ള, ഉറപ്പായിട്ട് മരണം ഉണ്ടാകുമെന്നുള്ള ആ ഒരു വിചാരത്തിൽ നിന്ന് അതിനെന്താണ് ചെയ്യേണ്ടത്, പക്ഷെ മരിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നല്ല പരീക്ഷത്തിൻ്റെ ചോദ്യം. അതിൽ നിന്ന് അതിന് ഉത്തമനായിട്ടുള്ള ആ മറുപടി തരേണ്ടത് അദ്ദേഹത്തിൻ്റെ സമകാലീനനായിരുന്ന ശ്രീ ശുകമഹർഷിയാണ്. വ്യാസഭഗവാന്റെ മകനാണ് ശുകമഹർഷി. ജന്മന സിദ്ധനും ജ്ഞാനിയുമൊക്കെയാണ്, അവധൂതനാണ് അദ്ദേഹം. അങ്ങനെ ഒരു അവധൂതനായിട്ട് ലോക ബന്ധങ്ങളൊന്നുമില്ലാതെ ഒരു ശിശുവിനെ പോലെ ഇങ്ങനെ സഞ്ചരിച്ചിരുന്ന ആളാണ് ശുകമഹർഷി. അപ്പം ശുകമഹർഷിയാണ് അദ്ദേഹം സമീപിക്കുന്നത്. അപ്പം അദ്ദേഹം ചോദിക്കുന്നത്, മരണാസന്നനായിരിക്കുന്ന ആൾ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ മരിക്കാതിരിക്കണം എന്ത് ചെയ്യണമെന്നല്ല ചോദ്യം. ആ ചോദ്യത്തോടാണ് ഭാഗവതത്തിൻ്റെ തുടക്കം. അപ്പം നമ്മൾ സാങ്കല്പികമാണോ എന്ന് ചോദിച്ചു പറയാം. അപ്പം അത് ആ കാര്യങ്ങൾ, താത്വികമായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് കുറേ കഥകളുടെ പിൻബലങ്ങളുണ്ട്. അതുകൊണ്ട് ആ കഥകളിലൂടെ ചേർത്ത് പറഞ്ഞില്ല. സാധാരണക്കാർ കഥകളിലൂടെ ആണെങ്കിലല്ലേ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. നമ്മൾ കുട്ടികളോട് ആദ്യം ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ കഥകളിലൂടെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. എല്ലാം അങ്ങനെയാണല്ലോ. അതിനകത്തെ അന്തസത്ത എന്ന് പറയുമ്പോൾ കഥകളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് തന്നെ പ്രധാനപ്പെട്ട അതിലെ അന്തസത്തയാണ്. അപ്പോൾ കഥകളെ ചൊല്ലി നമ്മൾ പല വൈരുദ്ധ്യങ്ങളും ഉണ്ടാകും. അതെ. കഥകളായിട്ട് മാത്രം സ്വീകരിച്ച് പോകുമ്പോൾ നമുക്ക് വൈരുദ്ധ്യങ്ങൾ ഒത്തിരി കാണാം. പക്ഷേ കഥകളിലൂടെ കഥയ്ക്കുള്ളിലെ പൊരുൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനാണ് ഇതൊക്കെ ആ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാം. കാരണം ബൗദ്ധികമായ വികാസം എല്ലാവർക്കും പെട്ടെന്നുണ്ടാകുകയില്ല, അത് കാലക്രമേണ ഉണ്ടാകും. അത് പല പല ജീവിത അനുഭവങ്ങളിലൂടെ ആ ബൗദ്ധികമായ ഒരു ഉയർച്ച മനുഷ്യർക്കുണ്ടാവില്ല. അതൊരു കുറ്റമായിട്ടല്ല, കുറവല്ല. അതൊരു കാലക്രമേണയുള്ള കാലാനുസൃതമായൊരു വളർച്ചയാണ്. അത് വേറൊരു വിഷയം. പിന്നെ പുരാണങ്ങളെ, രാമായണ ഇതിഹാസമാണ്. ഇപ്പം രാമായണത്തിലെ കഥകൾ നമ്മൾ നോക്കിയാൽ രാമൻ ഒരു സാങ്കല്പിക പുരുഷനോ ഒരു മിത്തൊന്നും അല്ലല്ലോ. അയോധ്യ ഭരിച്ചിരുന്ന ദശരഥ മഹാരാജാവിൻ്റെ മകനാണ്. ആ കഥകളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പോൾ ഈ പുരാണങ്ങൾ പരിശോധിച്ചാലും പിന്നെ ഇതിഹാസങ്ങളായ മഹാഭാരതവും രാമായണവും ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് കാരണം രാജ്യങ്ങൾ തമ്മിലാണെങ്കിലും വ്യക്തികൾ തമ്മിലാണെങ്കിലും സമൂഹങ്ങൾ തമ്മിലുള്ളതാണെങ്കിലും അടിസ്ഥാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ക്രോധം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എടുത്തു കഴിഞ്ഞാലും ക്രോധമാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ഈ രാമായണത്തിൽ എത്രയോ കഥകളുണ്ട്. മഹാഭാരതത്തിൻ്റെ തുടക്കം തന്നെ വഴക്കാണ്. അതിൽ നമുക്ക് പല പരിശോധിച്ചാൽ അറിയാം. കാരണം വിവേകരഹിതമായിട്ടുള്ള ദേഷ്യവും അധാർമികമായ കോപവുമാണ് പ്രധാനപ്പെട്ട ഈ വഴക്കുകൾക്കെല്ലാം. അത് ഇന്ന് ലോകരാജ്യങ്ങളിടയിൽ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. എന്നാൽ ഈ ക്രോധത്തെ ഒന്ന് അപഗ്രഥിച്ചു കഴിഞ്ഞാൽ ഈ ക്രോധത്തിൻ്റെ പിന്നിൽ ഒരു പ്രചോദനമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം, ഒരു ഹേതു എന്ന് പറയുന്നത് കാമം എന്ന് പറയുമ്പോൾ സാധാരണ ആൾക്കാർ കാമമെന്ന് വീക്ഷിക്കുന്നത് വേറൊരു തരത്തിലാണ്. കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം, സംസ്കൃത വാക്കാണ്. ആഗ്രഹം എന്നേ ഉള്ളൂ. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പം നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നത്. പിന്നെ ചെവിയിലൂടെ നമ്മൾ കേൾക്കുന്നു. അപ്പം ചെവിയുടെ വിഷയം, അല്ലെ ചെവിയുടെ ആഹാരം, അന്നം എന്ന് പറയുന്നത് ശബ്ദമാണ് അല്ലേ. അപ്പം ചെവി ആഗ്രഹിക്കുന്നത് എന്തോ ശബ്ദം, ചെവി കാമിക്കുന്നത് ശബ്ദം. പിന്നെ ത്വക്ക്, ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഒരു ഇന്ദ്രിയമാണ് ത്വകിന്ദ്രിയം. അതിൻ്റെ വിഷയം എന്താ? അതിൻ്റെ അന്നം എന്ന് പറഞ്ഞ സ്പർശം. അപ്പോൾ ത്വക്ക് ആഗ്രഹിക്കുന്നത്, അല്ലെ ത്വക്കിൻ്റെ കാമം എപ്പോഴും സ്പർശനത്തിൽ നിന്നുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ, അല്ലെ കേൾവിയിൽ നിന്നുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ ചെവിയിലൂടെ. പിന്നെ കണ്ണെന്ന് പറയുന്നത് ഇന്ദ്രിയം.
കാണുക എന്നുള്ളതാണ് അതിൻ്റെ ഫംഗ്ഷൻ. കണ്ണിൻ്റെ അന്നം എന്ന് പറയുന്ന രൂപങ്ങളാണ്. അതെ, രൂപങ്ങളാണ്. പിന്നെ നാവ്, രുചി. അപ്പം നാവിൻ്റെ അന്നം അല്ലെ അതിൻ്റെ വിഷയം ഭക്ഷണം എന്ന് പറയുന്നത് രുചിയാണ്. അതെ. പിന്നെ മൂക്ക് അല്ലെ ഘ്രാണേന്ദ്രിയം, അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഗന്ധത്തെ ഗ്രഹിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആഹാരം എന്തുവാ? ഗന്ധം. അപ്പോൾ ഈ 5 ഇന്ദ്രിയങ്ങൾക്കും 5 ആഗ്രഹങ്ങളാണ് എപ്പോഴും ഉള്ളത്. ശബ്ദം, സ്പർശ, രൂപ, രസഗന്ധങ്ങൾ എന്ന ക്രമം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ 5 ഇന്ദ്രിയങ്ങളുടെ നാഥൻ എന്ന് പറയുന്നത് മനസ്സാണ്. മനസ്സിൻ്റെ നാഥൻ അല്ലെ യജമാനൻ എന്ന് പറയുന്നത് ബുദ്ധിയാണ്. ബുദ്ധിയുടെയും യജമാനൻ എന്ന് പറയുന്നത് നമ്മളിലുള്ള ഞാനെന്നുള്ളൊരു ജീവബോധമാണ്. അതെ അതെ. ആ ബോധത്തിൻ്റെ പൊരുൾ അങ്ങോട്ട് അന്വേഷിച്ച് നോക്കിയാണ് ആ ബോധം തന്നെയാണ് ഈ പരമാത്മാവ്, പരമ്പൊരുൾ എന്ന് പറയുന്നത്. അതായത് അപഗ്രഥിച്ച് പുറമോട്ട് പോകുമ്പോൾ വേദാന്ത ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ സ്വയം അപഗ്രഥിക്കുമ്പോൾ നമ്മൾ ആ ഈശ്വരനിൽ അല്ലെങ്കിൽ ബോധസ്വരൂപനായ പരമ്പൊരുളിൽ എത്തിച്ചേരും. നമ്മൾ ഹരിനാമകീർത്തനത്തിലൊക്കെ പറഞ്ഞില്ലേ, അർക്കാനില അതിവെളിവൊക്കെ ഗ്രഹിക്കുന്നൊരു കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന ഒരു താനെന്നുറയ്ക്കും അളവ് ആനന്ദമെന്ത് ഹരിനാരായണ. അപ്പോൾ ആ പരമ്പൊരുൾ ആ ബോധത്തിനും ഊർജത്തെ നൽകുന്ന, എല്ലാ ഊർജത്തിനും ഊർജമായിരിക്കുന്ന പരമ്പൊരുൾ. അത് താനാണെന്ന് ഉറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദമാണ് ശരിയായ ആനന്ദം. ബാക്കി നമ്മൾ ഭൗതിക ജീവിതത്തിൽ അനുഭവിക്കുന്ന ആനന്ദമൊക്കെ അതിൻ്റെ ഒരു നിഴല് മാത്രമാണ്. ബ്രഹ്മാനന്ദം അല്ലേ? ബ്രഹ്മാനന്ദം. ഇതൊക്കെ വിഷയാനന്ദങ്ങളാണ്. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളിലൂടെ വരുന്ന ആനന്ദത്തിന് നമ്മൾ പറയുന്നത് വിഷയാനന്ദം. പക്ഷെ മറ്റത് ബ്രഹ്മാനന്ദം. കാരണം ആ ബ്രഹ്മാനന്ദത്തിന്റെ ഒരു നിഴല് മാത്രമാണ് ഈ വിഷയാനന്ദം. അപ്പൊ ഈ വിഷയാനന്ദത്തിൽ മനുഷ്യന് സുഖങ്ങളും ഉണ്ടാകുന്ന ദുഃഖം ഉണ്ടാകുന്നത്. പക്ഷെ ബ്രഹ്മാനന്ദത്തിൽ സുഖം മാത്രമേ ഉള്ളൂ, ദുഃഖസ്പർശം ഇല്ലാത്ത ആനന്ദമാണ്. ഒരു സാധാരണ മനുഷ്യ ജീവിതത്തിൽ സീമയില്ലാത്ത ആനന്ദം. സീമയില്ല, ഇത് സീമയുള്ള ആനന്ദമാണ്. ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞാൽ ആ സുഖം തന്നെ ദുഃഖമായിട്ട് പരിണമിക്കുന്നു എന്നുള്ളതാണ് അനുഭവം. ശരിയല്ലേ? അതെ, തീർച്ചയായും. എല്ലാവരും സുഖത്തിന് വേണ്ടിയാണ് പ്രയത്നിക്കുന്നത്. പക്ഷെ ദുഃഖ പര്യവസായിയായിട്ടാണ് നമ്മൾ പൊതുവെ കാണുന്നത്. ലോകത്തിന്റെ സ്വഭാവം അങ്ങനെ. അപ്പം നമ്മൾ പറഞ്ഞത് ഈ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് ക്രോധമാണല്ലോ. ഈ ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നൊരു ഭാഗത്ത് പറയുന്നുണ്ട്, കാമേഷ ക്രോധേഷ രജോ ഗുണ സമുദ്ഭവ മഹാശനോ മഹാത്മാ വിദ്യേന മിക വൈരിണം. ഈ ലോകത്ത് നമുക്ക് 2 ശത്രുക്കളാണുള്ളത്, കാമവും ക്രോധവും. ആഗ്രഹങ്ങളും ആഗ്രഹത്തിൻ്റെ ഉൽപ്പന്നമായിട്ടുണ്ടാകുന്ന ക്രോധവും. ഇത് രജോഗുണത്തിൽ നിന്നുണ്ടാകുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത് 3 ഗുണങ്ങളോട് കൂടിയതാണ് എല്ലാ ജീവജാലങ്ങളും, എല്ലാ പദാർത്ഥങ്ങളും. തമോ ഗുണം, രജോഗുണം, സത്വഗുണം. ഇതിന്റെ വിവിധ തരത്തിലുള്ള കോമ്പിനേഷനാണ് നമ്മൾ ഓരോരുത്തരും. ലോകത്തിലെ പദാർത്ഥങ്ങൾ പോലും. ശുദ്ധമായ രൂപം കാണുന്ന കണ്ണാടി എന്ന് പറയുന്നത് സത്വഗുണത്തിന്റെ പ്രതീക. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പൊ അങ്ങനെ നമ്മളൊക്കെ സത്വഗുണത്തിന്റെ രജോ ഗുണം തമോ ഗുണം ചേർന്ന് ഏറ്റക്കുറച്ചിലുണ്ട്. അതനുസരിച്ച് സ്വഭാവത്തിൽ നിന്ന് ആൾക്കാരെ മനസ്സിലാക്കുക അയാൾ ഏത് ഗുണമാണ് കൂടുതലുള്ളത്, സത്വഗുണമാണോ രജോ ഗുണമാണോ തമോ ഗുണമാണോ. അപ്പൊ രജോ ഗുണത്തിന്റെ ഒരു ഉൽപ്പന്നമാണ് ഈ ക്രോധവും കാമവും. പക്ഷേ ഈ രജോ ഗുണം ഒഴിവാക്കിയ മറ്റ് 2 ഗുണങ്ങൾ ചേർന്നാലും പിന്നെ ഒരു വ്യക്തി ആകത്തില്ല. മനുഷ്യൻ എന്ന് പറയും 3 ഗുണങ്ങളും ചേർന്ന സ്വാഭാവികമല്ലേ? അതെ. പക്ഷെ ഇതിനെയൊക്കെ അതാതിന്റെ നിലയിൽ നിയന്ത്രിക്കാനുള്ളൊരു കഴിവ് ഈശ്വരന് വിവേകബുദ്ധിയുള്ള മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഗീതയിൽ പറയുന്ന കാമേഷ ക്രോധേഷ രജോഗുണ സമുദ്ഭവ, രജോഗുണത്തിൽ നിന്ന് ഉദ്ഭവിച്ചിരിക്കുന്ന ഈ കാമവും ക്രോധവുമാണ് മഹാശനം. മഹാശനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും തീരാത്ത വിശപ്പെന്നാണ്. മനസ്സിലായി? അത് എത്ര കാമം ക്രോധം ഉണ്ടായാലും അതിനെ ഒന്നുകൊണ്ട് പരിഹരിക്കാൻ കഴിയത്തില്ല. അത് കൂടിക്കൊണ്ടേയിരിക്കും, പിന്നെയും കൂടിക്കൊണ്ടിരിക്കും. ഈ അഗ്നിയിൽ ഹോമാഗ്നി നെയ്യ് ഒഴിച്ചാൽ എന്ത് ചെയ്യും? കത്തിക്കൊണ്ടിരിക്കത്തുള്ളൂ. അതേപോലെ മഹാപാപത്തിന് കാരണമാണ്, മഹത്തായ ഏറ്റവും ഭീകരമായ ഭയാനകമായ ദുഃഖങ്ങൾക്കും കാരണമാണ്. മഹാശനോ മഹാപാപ്മ വിദ്യേന മിക വൈരണം. ഇത് രണ്ടുമാണ് ഈ ലോകത്തിലെ 2 ശത്രുക്കൾ നമ്മൾ. അപ്പം ഇതിനെ എങ്ങനെ നമ്മൾ ഈ കാമക്രോധ വികാരങ്ങളെ അതാതിൻ്റെ നിലയിൽ നിലനിർത്തിക്കൊണ്ട്
എങ്ങനെ ജീവിതത്തെ നമുക്ക് വിജയപ്രദമാക്കി തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിഹാസ പുരാണങ്ങളും ഒക്കെ കഥകളിലൂടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പം രാമായണത്തിൽ തന്നെ നമ്മൾ ലക്ഷ്മണൻ്റെ കോപത്തെ ശമിപ്പിക്കാൻ വേണ്ടി ലക്ഷ്മണോപദേശം വളരെ പ്രശസ്തമാണ്. ക്രോധം പരിത്യജിക്കണം ബുധജനം എന്ന് രാമൻ ലക്ഷ്മണോട് പറയുന്നുണ്ട്. അപ്പം അവിടെ ലക്ഷ്മണൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ മഹാരാജാവാൻ പോകുന്നു, അതിന് തടസ്സം വന്നപ്പോൾ, അഭിഷേകത്തിന് വിഘ്നം വന്നപ്പോൾ, ആ ആഗ്രഹ തടസ്സം വന്നപ്പോൾ അത് ക്രോധമായിട്ട് പരിണമിച്ചു. അപ്പം ഏത് ക്രോധത്തിൻ്റെയും പിന്നിൽ അതിൻ്റെ ചുവട് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നാരായ വേരെന്ന് പറയുന്നത് കാമമാണ്, ഈ ആഗ്രഹമാണ്. അപ്പം ആഗ്രഹിക്കരുതെന്നല്ല അതിൻ്റെ അർത്ഥം, പക്ഷെ ആഗ്രഹിക്കുന്നതിനൊരു ധാർമ്മികമായ അടിത്തറയുണ്ടാവും. ഗീതയിൽ തന്നെ ഭഗവാൻ വിഭൂതി വിസ്തരയോഗം എന്ന് പറഞ്ഞൊരു 11 അധ്യായമുണ്ട്, വിഭൂതി വിസ്തരയോഗം. അപ്പം 10-ാം അധ്യായം വിഭൂതി യോഗത്തിൽ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഞാനാണെന്ന് ഭഗവാൻ വെളിപ്പെടുത്തുന്നു. അപ്പം അതിൽ പറയുന്നുണ്ട്, വിഭൂതി യോഗത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. അർജുന, ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത ആഗ്രഹങ്ങൾ എൻ്റെ സ്വരൂപമാണ്, ഞാൻ തന്നെയാണെന്ന് പറയുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താ? ആഗ്രഹങ്ങൾ ധർമ്മത്തിന് വിധേയമായിരിക്കണം. എല്ലാം. ഇപ്പം നമ്മൾ ഇന്ത്യയിലെ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ്, സ്വാതന്ത്ര്യമുണ്ട്. എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് അല്ല, ഇവിടെ ഒരു വ്യവസ്ഥയുണ്ട് അല്ലേ? സിവിൽ ക്രിമിനൽ നിയമ വ്യവസ്ഥകളുണ്ട് ഓരോന്നിനും. അതായത് ആ വ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള സ്വാതന്ത്ര്യമേ നമുക്ക് എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല. ഇപ്പം വാഹനങ്ങൾ റോഡിൽ കൂടെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇനി ഇഷ്ടമല്ല ഓടിക്കാൻ പറ്റത്തില്ല, അതിന് ട്രാഫിക് നിയമങ്ങൾ അനുസരിച്ചേ പറ്റൂ. എന്ന് പറഞ്ഞ പോലെ ഈ മനുഷ്യ ജീവിതത്തിനും മാത്രമല്ല എല്ലാ ജീവികൾക്കും അതിൻ്റെതായ ഒരു സഹജമായ നിയമവ്യവസ്ഥയുണ്ട്. മിക്കവാറും ഈ മനുഷ്യനൊഴിച്ച് മറ്റെല്ലാ ജീവികളും അവരുടെ സഹജമായ ഒരു നിയമവ്യവസ്ഥ അനുസരിച്ചാണ് പോകുന്നത്. മനുഷ്യൻ മാത്രമാണ് വ്യതിചലിക്കുന്നത്. അതാണ് അതിനകത്ത് ഒരു വൈപരീത്യം എന്ന് പറയുന്നത്. മനഃപൂർവ്വം അല്ലാതെയൊക്കെ മനുഷ്യൻ അതിൽ നിന്ന് മാറി പോകാറുണ്ട്. പക്ഷെങ്കിൽ വേറൊരു കാര്യം ചിന്തിച്ച് നോക്കിയാൽ ഈ ഭൂമിയിൽ മനുഷ്യനെ പോലെ ശ്രേഷ്ഠനായ ഒരു ജീവി ഇറന്നില്ല താനും. കാരണം 2 സവിശേഷതകളാണ് മനുഷ്യനുള്ളത്. ചിരിക്കാൻ കഴിയുന്ന മനുഷ്യന് മാത്രമേ ഉള്ളൂ. സത്യം. മറ്റൊന്ന്, നമ്മുടെ ഉയർന്ന് ചിന്തിക്കാൻ കഴിവ് മനുഷ്യനേ ഉള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ദൃഷ്ടികൾ ഊർധ്വദൃഷ്ടിയാക്കാൻ, മുകളിലോട്ട് ഇങ്ങനെ നമുക്ക് നോക്കാൻ കഴിയുന്ന മനുഷ്യന് മാത്രമേ ഉള്ളൂ. മറ്റൊന്ന്, നേരെ നടക്കാൻ, ഭൂമിയിൽ ലംബമായിട്ട് നടക്കാൻ കഴിയുന്ന മനുഷ്യന് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? വേറെ ജീവികൾക്ക് എല്ലാം തിരശ്ചീനമായി. അതുകൊണ്ടല്ലേ അവയെ തിരശ്ചീനം ഭൂമിക്ക് സമാന്തരമായിട്ടാണ് നടക്കുന്നത്. തിര്യക്കുകളെന്നല്ലേ പറയുന്നത്. മനുഷ്യനൊഴിച്ച് ബാക്കി ജീവജാലങ്ങളെ പറയുന്നത് തിര്യക്കുകൾ എന്നാണ് പറയുന്നത്. സംസ്കൃതത്തിലെ വാക്ക് മലയാളത്തിലും തിര്യക്കുകൾ നടന്ന് തിരശ്ചീനമായി സഞ്ചരിക്കുന്നത്. എന്തിനു തിരശ്ചീനമായിട്ട്? ഭൂമിക്ക് സമാന്തരമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അവർ 2 കാലിൽ നടന്നു തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റത്തില്ല. കണ്ണുകൾ മുകളിലേക്ക് നോക്കാനും പറ്റത്തില്ല, പുഞ്ചിരിക്കാനും പറ്റത്തില്ല. ഈ 3 കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ. അപ്പം മനുഷ്യന് ഈശ്വര സൃഷ്ടിയിൽ വളരെ വിശേഷമുള്ള സൃഷ്ടിയാണെന്ന് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ 3 കാര്യങ്ങൾ മനുഷ്യനെ പറ്റുള്ളൂ. പക്ഷെ ഇത് മനസ്സിലാക്കാതെ മനുഷ്യന് വെറും ജന്തു സാധാരണമായിട്ട് ജീവിക്കുകയാണ്. പക്ഷെ ജന്തുക്കളെക്കാൾ മോശമായിട്ടാണ് ജീവിക്കുന്നത്. ഇന്നത്തെ നമ്മൾ വർത്തമാന കാലഘട്ടത്തിൽ നോക്കുമ്പോൾ ജന്തുക്കൾ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് മനുഷ്യൻ ചെയ്തത് അല്ലേ? നമ്മൾ ജന്തുക്കളിൽ തന്നെ എത്രയോ പരസ്പരം സ്നേഹത്തിൻ്റെയും നിസ്വാർത്ഥതയുടെയും സഹോദരങ്ങളെ തന്നെ കാണുന്ന അതെ വ്യത്യസ്തങ്ങളായ ജീവികൾ. അതെ, ഇടയ്ക്ക് നമ്മൾ ഈ പൂച്ചയ്ക്ക് പാല് കൊടുക്കുന്ന പെൺപെട്ടിയെ വ്യത്യസ്ത ജീവികൾ പോലും അത്രയധികം സഹജമായ അവരുടെ ഒരു കാരുണ്യം, അത് അവരിലെ ഈശ്വരാംശത്തിൻ്റെ ഒരു സാത്വികമായിട്ടുള്ള ഒരു ആവിഷ്കാരമാണ്. പക്ഷെ അതൊക്കെ മനുഷ്യൻ നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം അടിസ്ഥാനപരമായിട്ട് ഭഗവാൻ ഗീതയിൽ പറയുന്നത് പോലെ കാമക്രോധാദികളാണ്. അതുകൊണ്ട് ഈ കാമത്തെ നിയന്ത്രിക്കുക എന്ന് പറയാൻ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയണം. ഇന്ദ്രിയ നിയന്ത്രണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ ഏത് മതത്തിലെ ആണെങ്കിലും ഈശ്വര ഭജനം, അതായത് എല്ലാത്തിനും അധിഷ്ഠാനമായിട്ടുള്ള ഒരു പരമ്പൊരുളുണ്ട്. ആ പരമ്പൊരുളിനെ ഈശ്വരനെന്ന് ഏത് പേര് വേണേലും വിളിക്കും. അപ്പം ആ ഈശ്വരനെ
ഈശ്വരൻ്റെ സഹജമായ ഒരു ഭാവത്തിൽ നമുക്ക് സാക്ഷാത്കരിക്കണമെങ്കിൽ, ഈശ്വരൻ്റെ സ്വരൂപം നമുക്ക് അപരോക്ഷമായിട്ട് അറിയണമെങ്കിൽ, ഉള്ളിൻ്റെ ഉള്ളിൽ സ്വയം അറിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു ചിട്ട വേണം. അതിനാണ് ഈശ്വര ഭജനവും ഈശ്വരോപാസനയൊക്കെ വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയല്ല ഈശ്വര പൂജ. ശരിക്കും പറഞ്ഞാൽ നമ്മെ ഉയർത്താൻ വേണ്ടിയാണ്, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ്. ഈ ഭഗവത്ഗീതയിലൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ അർജുനൻ്റെ തേരാളിയായിട്ടാണ് ഭഗവാൻ മഹാഭാരതത്തിലെ യുദ്ധത്തേക്ക് വരുന്നത്. ആയുധമെടുക്കില്ല എന്നുള്ള പ്രതിജ്ഞ എടുക്കുക. അപ്പോൾ അവിടെ ഭഗവാനാണ് ആ തേരിനെ നയിക്കുന്നത്. 5 കുതിരകളെ കൂട്ടിയ തേരാണ്. അർജുനനാണ് അവിടെ യുദ്ധസന്നദ്ധനായിട്ട് തേര് നിൽക്കുന്നത്. ഇതൊരു ഈ രഥകൽപ്പന എന്ന് പറയുന്നത് ഈ ഉപനിഷത്തുകളിലെ കഠോപനിഷത്തിലുള്ളൊരു ഭാഗമാണ്. ഉപനിഷത്തിൻ്റെ സാരസർവസ്വമാണല്ലോ ഈ ഗീത. അപ്പം ഉപനിഷത്തിലെ പല ഭാഗങ്ങളും പല ഉപനിഷത്തുകളുടെയും ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സമഗ്രമായിട്ട് ഭഗവത്ഗീത വ്യാസമഹർഷി രചിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 5 കുതിരകൾ. 5 കുതിരകൾ എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളായിരിക്കും. 5 ഇന്ദ്രിയങ്ങൾ. ഓക്കെ, 5 ഇന്ദ്രിയങ്ങളാണ് 5 കുതിരകൾ. രഥം എന്ന് പറയുന്നത് ഈ ശരീരമാണ്. അവിടെ ആ രഥത്തിലിരുന്ന് യുദ്ധം ചെയ്യുന്ന, കർമ്മം ചെയ്യുന്ന, യുദ്ധം എന്ന് പറഞ്ഞാൽ കർമ്മൻ. അർജുനൻ ക്ഷത്രിയനായതുകൊണ്ട് അർജുനൻ്റെ കർമ്മം എന്തുവാ? രാജ്യസംരക്ഷണം. നമ്മൾ ആ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര കൺസെപ്റ്റിൽ ഈ വർണ്ണവ്യവസ്ഥയിൽ വരുമ്പം ബ്രാഹ്മണൻ എന്ന് പറയുമ്പം വിദ്യാഭ്യാസ രംഗത്തും അറിവിൻ്റെ രംഗത്തും പ്രവർത്തിക്കുന്ന ആൾ. അപ്പോൾ ആളിൻ്റെ കർമ്മക്ഷേത്രം എന്ന് പറയുന്നത് പഠിക്കുക, പഠിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ക്ഷത്രിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യഭരണം, രാജ്യസംരക്ഷണം, അതൊക്കെയാണ്. അതെ. അപ്പം വൈശ്യൻ എന്ന് പറയുമ്പം എന്താണ്? ബിസിനസ്. അതാണ്. പിന്നെ ശൂദ്രൻ എന്ന് പറയുമ്പം അടിസ്ഥാന വർഗം, സമൂഹത്തെ താങ്ങി നിർത്തുന്ന ശൂദ്രൻ. അപ്പം ഇത് ഈ 4 വിഭാഗങ്ങൾ തമ്മിൽ ഈ ഏറ്റക്കുറച്ചിലൊന്നുമില്ല. എല്ലാവർക്കും അതാതിൻ്റെ കർമ്മക്ഷേത്രത്തിൽ പ്രാധാന്യമുണ്ട്. ഈ 4 കൂടെ ചേർന്നെങ്കിലേ സമൂഹം പൂർണ്ണമാകത്തുള്ളൂ. ഈ 4 വേണം. 4 ഇപ്പോൾ ഒരാളിൽ തന്നെയുണ്ട് 4. ഒരാൾ തന്നെ പഠിപ്പിക്കുന്ന ആൾ വേണം. ആ ആൾ തന്നെ ചിലപ്പം പിന്നെ ബിസിനസ് ചെയ്യുന്ന ആളായിരിക്കും. അല്ലേ? ഒരാളിൽ തന്നെ ഈ 4 ഘടകങ്ങളുണ്ട്. പരസ്പര ആശ്രയത്തോടു കൂടിയുള്ള ഒരു വ്യവസ്ഥയാണ്. സമൂഹത്തിൻ്റെ ഒരു സമരസതയ്ക്ക് വേണ്ടി, സുസ്ഥിരമായ ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു വ്യവസ്ഥയാണ്. നമ്മൾ പറഞ്ഞു വന്നത് ഈ രഥ കൽപ്പന എന്ന് പറഞ്ഞ ഇതാണ്. 5 ഇന്ദ്രിയങ്ങൾ, 5 കുതിരകൾ. ഭഗവാനെ ബുദ്ധിയുടെ സ്ഥാനത്താണ്. ബുദ്ധി. അപ്പം നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് ഈ സാരഥി. ഭഗവാൻ സാരഥിയാണ്, പാർത്ഥസാരഥിയാണ്. പാർത്ഥൻ്റെ സാരഥിയാണ്, ഡ്രൈവറാണ്. അപ്പോൾ പാർത്ഥസാരഥി ഡ്രൈവറുടെ സ്ഥാനത്ത്, അപ്പം നമ്മുടെ ബുദ്ധിയുടെ സ്ഥാനത്ത് നമ്മൾ ഈശ്വരനെ പ്രതിഷ്ഠിക്കണം. പക്ഷേ ബുദ്ധി ആ ഈശ്വര ചിന്തയുടെ ഒരു ആവിഷ്കാരം, അല്ലെങ്കിൽ ഈശ്വര ചിന്ത മുറ്റി നിൽക്കുന്ന ഒരു ബുദ്ധിയായിരിക്കണം. അങ്ങനെയുള്ള ബുദ്ധിക്ക് മാത്രമേ ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ 5 കുതിര 5 വഴിക്ക് പോവുകയാണെങ്കിൽ ഈ രഥത്തിന് ലക്ഷ്യത്തിലെത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ എന്ത് വേണം? നല്ല തഴക്കവും പഴക്കവും ഉള്ള കുതിരകളായിരിക്കണം, ഇന്ദ്രിയങ്ങളായിരിക്കണം. നിയന്ത്രിക്കപ്പെട്ട ഇന്ദ്രിയങ്ങളായിരിക്കണം. ഈ കുതിരകളെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളുടെ കടിഞ്ഞാണ് ഈ ബുദ്ധിയായിരിക്കുന്ന പാർത്ഥസാരഥിയുടെ, ഭഗവാന്റെ, ഈശ്വരൻ്റെ കയ്യിലായിരിക്കണം. എങ്കിൽ മാത്രമേ അതിലിരിക്കുന്ന ജീവനായിരിക്കുന്ന അർജുനന് തൻ്റെ കർമ്മമേഖലയിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അല്ല എങ്കിൽ എന്ത് ചെയ്യും? പരാജയപ്പെടും. കുതിരകളാൽ നിയന്ത്രിക്കപ്പെടുന്ന രഥമാണെങ്കിൽ ഒരിക്കലും ലക്ഷ്യത്തിൽ എത്തിച്ചേരത്തില്ലെന്ന് മാത്രമല്ല, നശിക്കുകയും ചെയ്യും. പക്ഷേ ബുദ്ധിയാൽ നിയന്ത്രിക്കപ്പെടുന്ന, ബുദ്ധിയാകുന്ന സാരഥിയാൽ നിയന്ത്രിക്കപ്പെടുന്ന കുതിരകളാണെങ്കിൽ, ഇന്ദ്രിയങ്ങളാണെങ്കിൽ ലക്ഷ്യത്തിലെത്തിച്ചേരും. സുഖമായും ശാന്തമായും സന്തോഷമായിട്ടും ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്തോ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും സാധിക്കും. അപ്പം നമ്മളിതിന് സമകാലീന വ്യവസ്ഥിതിയിൽ മനസ്സിലാക്കേണ്ടതും, ഇതൊക്കെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകുന്ന കാര്യം. എന്നാലും പക്ഷേ
അങ്ങനെ ആലോചിക്കില്ല. അത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തിൻ്റെ ഗുണമെന്നൊക്കെ പറയുമെങ്കിൽ പോലും മാതൃകാ പുരുഷന്മാരെ അംഗീകരിക്കാനും എത്രയോ മഹാത്മാക്കൾ നമ്മുടെ സമൂഹത്തിൽ പണ്ടുകാലത്തും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും നമ്മുടെ ഈ ചരിത്ര രേഖകൾ എത്രയോ പേരുണ്ട്. അപ്പോൾ ഇവരുടെ ചരിത്രം പഠിക്കാനോ അവരെ മാതൃകയായിട്ട് സ്വീകരിക്കാനോ തയ്യാറാകാൻ ഉള്ള ഒരു വിമുഖതയുണ്ട്. പറഞ്ഞാൽ പ്രധാനപ്പെട്ട അതിനെ അറിയുന്നില്ല, അത് പഠിക്കുന്നില്ല. നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ സ്കൂളുകളിൽ പാഠപുസ്തകങ്ങളിലൂടെയൊക്കെ ഇതൊക്കെ പറയാൻ നമ്മൾ മനസ്സിലാക്കുക. രാമായണത്തിലെ ഭാഗങ്ങളൊക്കെ ലക്ഷണോപദേശമൊക്കെ പാഠഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തുമായിരുന്നു. പിന്നെ വീട്ടിൽ പ്രായമുള്ളവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ കഥാരൂപത്തിൽ പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ അറിയാതെയാണെങ്കിൽ നമ്മളെ സ്വാധീനിക്കുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഈ ഇൻ്ററാക്ഷൻസ് നമ്മുടെ വീടുകളിലും സമൂഹത്തിലും കുറഞ്ഞു. എല്ലാവരും മോശമാകുന്നു, അല്ലെങ്കിൽ ലോകം മോശമാകുന്നു, സമൂഹം മോശമാകുന്നു, കുട്ടികൾ മോശമാകുന്നു എന്ന് കുട്ടിതപ്പെടാറുണ്ട്. പക്ഷേ ഇതിനൊരു പരിഹാരം, അടിസ്ഥാനപരമായ പരിഹാരം കാണാനും സ്വയം മാതൃകയാകാനും തയ്യാറാകാത്തതാണ് ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞതേ ഉള്ളൂ, ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യത്തെക്കുറിച്ചൊരു ബോധം ഉണ്ടായിരിക്കുക, ലക്ഷ്യബോധം ഉണ്ടായിരിക്കുക. ആ ലക്ഷ്യബോധത്തിലെത്താനുള്ള കർമ്മമാർഗത്തെക്കുറിച്ചും ആ കർമ്മമാർഗത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള ഒരു പ്രായോഗിക ബുദ്ധി ഉണ്ടായിരിക്കുക. സാധാരണ ഒരു മനുഷ്യന് വേണ്ട പ്രതീക്ഷിക്കപ്പെടുന്ന ഗുണങ്ങളാണ്. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അടിസ്ഥാനപരമായ കാരണം കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ. ഇത് തന്നെ ഭഗവാൻ ഈ 2-ാം അധ്യായത്തിൽ 62-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഈ അനിയന്ത്രിതമായ ആഗ്രഹങ്ങളുടെയും അതിൽ നിന്നുണ്ടാകുന്ന ക്രോധത്തിൻ്റെയും ഫലത്തെക്കുറിച്ച് അർജുനോട് പറയുന്നുണ്ട്. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷു ഉപജായതേ സംഗാൽ സഞ്ജായതേ കാമാൽ ക്രോധോഭിജായതേ ക്രോധാൽ ഭവതി സമ്മോഹ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശാൽ പ്രണശ്യതി. കാരണം ഈ 5 ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിൽ മാത്രം എങ്ങനെയും തൻ്റെ ആഗ്രഹങ്ങൾ 5 ഇന്ദ്രിയങ്ങളിൽ കൂടെ വരുന്ന അനുഭവങ്ങളാണല്ലോ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ. അപ്പോൾ അങ്ങനെ എങ്ങനെയും ഏത് രീതിയിലും ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുക എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് എന്ത് ചെയ്യും, അതാണ് വിഷയചിന്ത. ധ്യായതോ വിഷയാൻ പുംസ, വിഷയാനന്ദം എന്ന് പറഞ്ഞില്ലേ, ആ വിഷയാനന്ദത്തെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള ആഗ്രഹം അതാണ് ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷു ഉപജായത. അപ്പം അതിനോട് തന്നെ ഒരു സംഘം, ഊണിലും ഉറക്കത്തിലും ഇതേ മാത്രമേ ഉള്ളൂ, ഇതേക്കുറിച്ചുള്ള എന്തേ ഉള്ളൂ. സംഘാൽ സംജായതേ കാമം. പക്ഷേ ഈ ആ സംഘം അല്ലെങ്കിൽ ആ ആഗ്രഹം ഉണ്ടാകുന്നതനുസരിച്ച് അത് സാധിക്കുന്നില്ലെങ്കിൽ ഇത് സംഭവിക്കും, ക്രോധം വരും. സംഘാൽ സംജായതേ കാമം, സംഘത്തിൽ നിന്ന് കാമം വേണമെന്നുള്ള ആഗ്രഹം. കാമാൽ ക്രോധോഭിജായത്, ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, ക്രോധമായിട്ട് പരിണമിക്കും. അപ്പൊ എല്ലാ ക്രോധത്തിന്റെയും ചുവടെന്ന് പറയുന്നത് എവിടെ, കാമമാണ്, ആഗ്രഹമാണ്. അപ്പോൾ ആഗ്രഹങ്ങളെ അതാതിൻ്റെ മേഖലകളിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ക്രോധാൽ ഭവതി സമ്മോഹ, ക്രോധത്തിൽ നിന്ന് മോഹം എന്നുവെച്ചാൽ എന്താ, പിന്നെ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നതിനുള്ള ഒരു ദുഷിച്ച ഊർജം. മോഹഭംഗം എന്ന് നമുക്ക് പറയത്തില്ലേ, എന്തിനും എങ്ങനെയും കാര്യം സാധിക്കാം. ക്രോധാൽ ഭവതി സമ്മോഹ സ്മൃതിഭ്രമ, സ്മൃതിഭ്രംശം ഉണ്ടാകും, ഓർമ്മക്കേടുണ്ടാകും. താൻ ആരാണെന്നും തൻ്റെ അച്ഛൻ ആരാണെന്നും അമ്മ ആരാണോ പെങ്ങളാ സഹോദരി ഇങ്ങനെയുള്ള എല്ലാം, സുഹൃത്താരാണ് എല്ലാം മറന്നു. സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശം. അവന് പിന്നെ വിവേകബുദ്ധി ഇല്ല, എൻ്റെ ബുദ്ധി നശിച്ചു, വെറും ഒരു മനുഷ്യനായിട്ട് മാറുന്നു, മൃഗത്തേക്കാൾ കഷ്ടമാണ്. ബുദ്ധിനാശാൽ പ്രണശ്യത, അതുകൊണ്ട് പൂർണ്ണമായ പ്രകർഷേണയുള്ള നാശം, നല്ലതുപോലെ നശിക്കും പറഞ്ഞാൽ അതാണ് ഭഗവാൻ പറഞ്ഞത്. അത് നമ്മൾ ചുറ്റുപാടൊന്ന് ആലോചിച്ച് വയ്ക്കും. ഇന്ന് കാണുന്ന സമൂഹത്തിൽ കാണുന്ന വളരെ ഭഗവാൻ ഭംഗിയായിട്ടത് ഒരു വാങ്മയ ചിത്രത്തിലൂടെ ആവിഷ്കരിച്ചിരിക്കുക, അല്ലേ? നമ്മളല്ലേ ഈ ആഗ്രഹിച്ച പിന്നെ പെൺകുട്ടിയോട് താല്പര്യം തോന്നിയ ഒരു പെൺകുട്ടിയെ ആഗ്രഹിച്ചു, അവൾ വിസമ്മതം പറയുമ്പോൾ അവളെ പെട്രോൾ ഒഴിക്കുക, പൈസ കിട്ടിയില്ലെങ്കിൽ പിന്നെ വീട്ടിൽ ചെന്ന അച്ഛൻ്റെ അമ്മയുടെ തലക്കടിച്ച് കൊല്ലുക. ഇപ്പൊ സമൂഹത്തിൽ വർത്തമാനകാലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാമത്തിനാണ് കാമമാണ് കാമാ ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ
പിന്നെ അവൻ എന്താ ചെയ്യുന്നത്? വിവേകബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ എന്താ അതെ സംഭവം? അതെ 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 ഇപ്പം നമുക്ക് ഇപ്പം മൃഗങ്ങൾക്ക് ഇപ്പോൾ ഒരു സിംഹത്തിനോ പുലിയോ ഒക്കെ നമ്മളൊരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ വിവേകബുദ്ധിയുള്ള മനുഷ്യനാണെന്നുള്ള ചിന്തയില്ല. അത് അതെ. വിശന്നിരിക്കുവാണെങ്കിൽ അതിന് ഒരു നേരത്തെ ഭക്ഷണം ഒന്ന് ചിന്തിക്കുന്നുള്ളൂ. അതെ അത് ആ ഭക്ഷണത്തിന് വേണ്ടി അല്ലാതെയുള്ള, അതെ അല്ലാതെ അതെ ആക്രമിക്കാൻ വേണ്ടി പലപ്പോഴും ചെയ്യുന്നതല്ല. അങ്ങനെയുള്ള ഇല്ല. ഇത് മനുഷ്യൻ അങ്ങനല്ലല്ലേ ചെയ്യുന്നത്. ഇതിപ്പം പിന്നെ ആ നേടിയെടുക്കാൻ വേണ്ടി ഏത് രീതിയിൽ നേടിയെടുക്കാം. പക്ഷെ എൻ്റെ ഭവിഷ്യത്തേക്കുള്ള ആലോചിക്കാത്തത് എന്താണെന്ന് അറിയാച്ച ഈ ബുദ്ധിനാശം, ബുദ്ധിനാശം കൊണ്ട് സ്മൃതിഭ്രംശവും, അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിനാശവും, അതുകൊണ്ട് പരിപൂർണനാശം. അതായത് ഈ എല്ലാ കാലഘട്ടത്തിലും നമ്മൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നവരൊക്കെ ഒരു ലക്ഷ്യത്തിലെത്തിച്ചേർക്കുകയോ സമാധാനത്തോടോ ശാന്തിയോടോ ജീവിച്ചു വന്നതായിട്ട് ഒരു അനുഭവ കഥകൾ നമുക്ക് ഒന്നുമില്ല. പിന്നെ ചിലരൊക്കെ മാനസാന്തരം വന്ന് പിന്നീട് തെറ്റുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ ഒരു പുതിയ വ്യക്തിയായിട്ട് മാറിയിട്ടുള്ള ആൾക്കാർ ധാരാളം, കുറച്ചുപേരേ ഉള്ളൂ, കുറച്ച് വളരെ വിരലെണ്ണാവുന്ന ആൾക്കാർ. അതെ അതെ. അപ്പോൾ ഇത് സമൂഹം ഇത് ഉൾക്കൊള്ളേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് നശിച്ചിട്ട് നന്നാകുന്നതിനേക്കാൾ ഭേദം അതെ നാശത്തിൻ്റെ മാർഗത്തിലൂടെ പോകാതെ അതെ. നന്മയുടെ മാർഗത്തിലൂടെ പോകുന്നതാണ്. പോവുക. ധാർമ്മിക മൂല്യങ്ങളെയൊക്കെ മുറുകെ പിടിച്ച് പരമാവധി അങ്ങനെ നമ്മുടെ പരിതസ്ഥിതിക്കനുസരിച്ച് മൂല്യങ്ങൾ കൈവിടാതെ ബന്ധങ്ങളെയും സ്നേഹങ്ങളെയും ഒക്കെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. എല്ലാ കാലത്തും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ പരിഹരിച്ചു എന്നുള്ളത് നമുക്ക് പുരാണ ഇതിഹാസങ്ങളിൽ കാണാൻ പറ്റും. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ വഴിവിളക്കുകളാണ് അവയെല്ലാം. അതെ അതെ. അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ രാമായണം ദിവസവും പാരായണം ചെയ്യുന്നു, രാമായണ മാസത്തിൽ പാരായണം ചെയ്യുന്നു. ഇതെന്നും പാരായണം ചെയ്ത് കഴിയുമ്പോഴും അതിനകത്തും പുതിയ പുതിയ ആശയങ്ങൾ മനുഷ്യന് കിട്ടും. അതെ, അതൊരു ഓർമ്മപ്പെടുത്തൽ. അതെ അതെ. നമ്മുടെ ഇപ്പം സപ്താഹങ്ങളാണെങ്കിലും നടക്കുന്നു. സപ്താഹത്തിന് അന്നദാനത്തിന് മാത്രമേ ആൾ ചെല്ലാറുള്ളൂ, അത് വേറെ കാര്യം. പക്ഷെങ്കിൽ അവിടെ പ്രധാനം ഇതൊരു ഓർമ്മപ്പെടുത്തില്ല. അതെ, എന്താണ് നമ്മുടെ റീചാർജ് ചെയ്യുക. അതെ അതെ. നമ്മൾ ആരാണെന്ന് സ്വയം ബോധിക്കാനുള്ള ആത്മവിശകലനം ചെയ്യാനുള്ള നമ്മുടെ മറവിയൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് അതെ ആരാണ്, എന്താണ് നമ്മുടെ മൂല്യം എന്ന് മനസ്സിലാക്കാനുള്ള പരിശ്രമമാണ് പിന്നിലുള്ളത്. ഇതാണ് നമുക്കിന്ന് ഈ കാര്യത്തെക്കുറിച്ച് എൻ്റെ ഒരു എളിയ അഭിപ്രായം. സാറേ, ഇങ്ങനെ ഒരു വീഡിയോ നൽകിയതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ. മാത്രമല്ല, ഇനിയും പുതിയ പുതിയ വീഡിയോസ്, നല്ല നല്ല വീഡിയോസ്, സമൂഹത്തിന് ഗുണകരമായ വീഡിയോസ് സാറിൻ്റെ അഭിപ്രായങ്ങളായിട്ട് ഞങ്ങൾക്ക് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സന്തോഷം സാറേ. ശരി, നമസ്കാരം.